ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറുന്ന സമയത്ത് ഒരുപാട് പേര് കോമൺ ആയിട്ട് പറഞ്ഞ് മെസ്സേജ് ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ബ്രോ ഈ രണ്ട് സൈഡും മുടി നന്നായിട്ട് കയറിക്കൊണ്ടേ പോകുന്നുണ്ട്, സോ അതിന് എന്താണ് ചെയ്യുക എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാനും ഈ ഒരു കാര്യം ഒന്ന് ചെറുതായിട്ട് തന്നെ ഫേസ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ലാതെ അതിൽ നിന്ന് കുറച്ച് തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോളേജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക, കുറച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കിട്ടുന്നുണ്ടാവുക, എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുന്നത് ലഭിക്കുന്നുണ്ടാവും എന്നുള്ളത് അറിയാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഡോക്ടേഴ്സും ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഫോർഹെഡ് ബാൾനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ബേസിക് ആയിട്ട് പറയാം, ഒന്ന് പ്രാക്ടിക്കലി ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, നാച്ചുറൽ ആയിട്ട് മുടി കൊഴിച്ചൽ എങ്ങനെ മാറ്റാം, അതുപോലെ ഈ ഫോർഹെഡ് ബാൾനെസ് ഒക്കെ നാച്ചുറൽ ആയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളത്. ഓക്കെ, അത് ചിലർക്ക് വർക്ക് ആവുന്നുണ്ടാവും, പക്ഷെ 90% ഓഫ് ആളുകൾക്കും മേ ബി അത് അത്തരത്തിലുള്ള പല കാര്യങ്ങളും വർക്ക്ഔട്ട് ആവണമെന്നില്ല. അതുപോലെ തന്നെ എല്ലാവരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാനും റെഡി ആയിരിക്കില്ല. ചിലർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ എന്നുള്ളത് ഉണ്ടാവും, മറ്റു ചിലർക്ക് അത് ചെയ്യാനുള്ള താല്പര്യം എന്നുള്ളത് തന്നെ ഉണ്ടാവില്ല. സോ ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് ഈ ഒരു വീഡിയോ എന്നുള്ളത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുണ്ടാവും. നമ്പർ 1, ഫോർഹെഡ് ബാൾനെസ് ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും ലോങ് ഹെയർ ഗ്രോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നല്ല രീതിയിൽ നെറ്റിയുള്ള പോലെ ആയിരിക്കും അറിയുന്നുണ്ടാവുക. അതിൽ നിങ്ങൾ വീണ്ടും ലോങ് ഹെയർ വളർത്തുന്ന സമയത്ത് അത് കുറച്ചുകൂടി ഒന്നുകൂടി എക്സ്പോസ് ആവുന്നുണ്ടാവും. മാത്രമല്ല ഇത്തരത്തിൽ ഉണ്ടാവുന്ന സമയത്ത് ആ ഒരു ഹെയർ പെട്ടെന്ന് ബ്രേക്ക് ആവാനും കൊഴിയാനും ഉള്ള പോസിബിലിറ്റി ഒക്കെ ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ കുറെ നാളുകളായിട്ടും നിയർ എ മന്തായിട്ടും മറ്റുമൊക്കെ ഞാനും ഈ ഒരു ഷോർട്ട് ഹെയർ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, മാക്സിമം ഈ ഒരു ലെവലിലൊക്കെ. അതുപോലെ തന്നെ ഒരുപാട് പേര് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ ഡാൻഡ്രഫ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. പലരുടെ കാര്യത്തിലും ഡാൻഡ്രഫ് എന്നുള്ള കാര്യം തന്നെ ഹെയർ ലോസിന് ഭയങ്കരമായിട്ടുള്ള ഒരു കാരണമായിട്ട് മാറാറുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഷാംപൂ, ലോഷൻ തുടങ്ങിയ കാര്യങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ടിപ്പിക്കൽ മലയാളി നമ്മളാണ് എന്നുണ്ടെങ്കിൽ സാധാരണ ഷോപ്പിൽ കിട്ടുന്ന 2 രൂപയുടെയും 3 രൂപയുടെയും ഒക്കെ ഒരു സാധാരണ നമ്മൾ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്ന ഷാംപൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. അതിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന പാരബൻ തുടങ്ങിയ പല കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ടാവും. യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യൂസ് ചെയ്യുന്ന സമയത്തോ അതിന്റെ കവറ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കാണാനും അടിപൊളിയായിരിക്കും, നല്ല സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കാരണം ഒരുപാട് സൈഡ് എഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. സോ ഇത്തരത്തിൽ ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കോംബോ ആണ് മാൻമാറ്റേഴ്സിന്റെ ആന്റി ഡാൻഡ്രഫ് ഷാംപൂവും അതുപോലെ തന്നെ ആന്റി ഡാൻഡ്രഫ് ലോഷനും. വീണ്ടും പെയ്ഡ് പ്രൊമോഷൻ ആണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെയും ഇരിക്കാം. പക്ഷെ ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് പേർക്ക് നല്ല ഒരു റിസൾട്ട് എന്നുള്ളത് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 100% പേർക്കും ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതും അല്ല പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ടുള്ള പലർക്കും നല്ലൊരു റിസൾട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആന്റി ഡാൻഡ്രഫ് ഷാംപൂവില് ആലോവേരയും ഓട്ടിന്റെയും എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ 1% കെറ്റഗണസോളും അടങ്ങിയിട്ടുണ്ട്. ഡാൻഡ്രഫ് ലോഷനിലാണെങ്കിൽ ഇച്തിയോൾ പെയിലും സിങ്ക് പൈറിത്തിയോണും ടീ ട്രീ ഓയിലും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന്റെ അപ്ലൈയിങ് ഫോർമുല എന്നുള്ളത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് ഡാൻഡ്രഫ് ലോഷൻ എന്നുള്ളത് നമ്മളുടെ സ്കാൽപ്പ് ഏരിയയിൽ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന സമയത്ത് ഡാൻഡ്രഫ് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. ഹെവി ഡാൻഡ്രഫ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തലയിൽ ഒരുപാട് ഫ്ലേക്സ്, ഇച്ചിങ്, നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത എന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ മാറ്റിയെടുക്കുകയും ഡാൻഡ്രഫുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും കൂടി നമ്മളുടെ ഈ ഒരു കിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് മാൻമാറ്റേഴ്സ് സ്റ്റേജ് 2 ഡാൻഡ്രഫ് കിറ്റ് ആണ്. സോ എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് ഹെവി ഡാൻഡ്രഫുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ടാവും. ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുക്കുന്നുണ്ട്. രണ്ടാമത് ബിയേർഡ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെ എന്നുണ്ടെങ്കിൽ ഫോർഹെഡ് ബാൾനെസ് എന്നുള്ളത് ബിയേർഡ് വെച്ച് മാച്ച് ചെയ്യുക. എന്തിന്, നമ്മൾ തന്നെ ഒരുപാട് മലയാളി സെലിബ്രിറ്റീസിനെ എടുത്താൽ പോലും അവരിലെ ഏറെക്കുറെ പേരും ഈ ഒരു കാര്യമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. നെക്സ്റ്റ് വൺ, ഇത് കവർ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സൈഡ് ഫെയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും ഒരു ഗുഡ് ഓപ്ഷൻ ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ള രീതിയിൽ തന്നെ മുടി വളർത്തിയിട്ടുണ്ടാവുന്ന സമയത്ത് ആ ഒരു പ്ലേസ് എന്നുള്ളത്, ആ മുടി ഇല്ലാത്ത പ്ലേസ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നല്ല രീതിയിൽ അറിയുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സൈഡ്
സൈഡ് ഫെയ്ഡ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്തരത്തിൽ എടുത്തറിയുന്നുണ്ടാവില്ല. ഫെയ്ഡ് ചെയ്ത് ഷോർട്ട് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പ്രൊജക്ഷൻ, ഫോർഹെഡ് ബാൾനെസ് ഓവർ ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊജക്ഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ടാവും. അടുത്ത മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്നുള്ളത്. എനിക്ക് തന്നെ പല വ്യക്തികളും എന്നോട് തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, ബ്രോ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നല്ലൊരു റിസൾട്ട് ഉണ്ടാവുന്നുണ്ടായിരുന്നു, മുടി കൊഴിയുന്നതൊക്കെ കുറഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. സോ നിങ്ങൾ ഓയിൽ മസാജ് ചെയ്യാനായിട്ട് തലയിൽ ബ്ലഡ് ഫ്ലോ നിലനിർത്തുക, നല്ലൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വെളിച്ചെണ്ണയോ കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിൽ തലയൊക്കെ ഒന്ന് ഓയിൽ മസാജ് ചെയ്യുക. അത് നമ്മൾ തന്നെ ചെയ്താൽ മതിയാവും, എന്തുകൊണ്ട് എഫക്റ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അതിലും ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അത് കാരണവും അതായത് PRP ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ല, ഒരുപാട് പേർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഇതെല്ലാം ചെയ്തതിന് ശേഷം എന്നിട്ടും വർക്കൗട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കടക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബ്രോസ്, നമ്മളുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ആഹാരങ്ങൾ ഉണ്ടാവും, അതായത് കുറച്ച് വൈറ്റമിൻസ് വേണ്ടതായിട്ടുണ്ടാവും. അത് ചില ആഹാരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ആ ഒരു ആഹാരങ്ങളെ ഇൻടേക്ക് ചെയ്യാൻ ശ്രമിച്ചാലും എന്തുകൊണ്ടും നല്ലതാണ്. ഫോർഹെഡ് ബാൾനെസ് ഉള്ള വ്യക്തികൾക്ക് ട്രൈ ചെയ്യാവുന്ന കുറച്ച് ഹെയർ സ്റ്റൈൽ കൂടി പറഞ്ഞുതരാം. ഒന്ന്, ഇതൊരു ഷോർട്ട് ഹെയർ സ്റ്റൈലാണ്, ക്രൂ കട്ട് എന്ന് പറയും. സോ ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെയാണ്, ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. രണ്ടാമത് കോംബ് ഓവർ ഫെയ്ഡ്, അതായത് എനിക്കൊരു മീഡിയം ലെങ്ത്തിലെ ഹെയർ വേണം എന്ന് പറയുന്നവർ ഈ ഒരു ഹെയർ കട്ട് ട്രൈ ചെയ്യാം. മൂന്നാമത് എഡ്ജ് കട്ട്, അതായത് നമ്മളുടെ ഫേസ് ലൈനൊക്കെ നല്ല ഒരു മസ്കുലിൻ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു എഡ്ജ് കട്ട് വെക്കുന്നത് എന്തുകൊണ്ടും അടിപൊളിയായിരിക്കും. ലാസ്റ്റ് വൺ, ഫസ്റ്റ് കട്ട്, അതായത് നിങ്ങൾക്ക് ഹെയർ ഒന്നും അധികമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല ബ്രോ എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈല് ട്രൈ ചെയ്യാവുന്നതാണ്. എല്ലാ ഹെയർ സ്റ്റൈലും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട ഹെയർ സ്റ്റൈൽ എന്നുള്ളത് ചൂസ് ചെയ്തോളൂ. പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. നമ്മളുടെ ഹെയറിന് നമ്മൾ എന്തിലാണോ എനർജി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. സോ നമുക്ക് നമ്മളുടെ ഹെയർ നല്ല രീതിയിൽ കെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു ടൈം എനർജി കൊടുക്കേണ്ടത് എന്തുകൊണ്ടും അത്യാവശ്യമായിരിക്കും. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്കായിട്ട് മാൻമാറ്റേഴ്സിന്റെ സ്റ്റേജ് 2 ഡാൻഡ്രഫ് കിറ്റിന്റെ ലിങ്ക് എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.